UPA സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി മുൻ വ്യോമസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനിക്ക് വേണ്ടി മാനദണ്ഡങ്ങൾ തിരുത്തിയത് അന്നത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്ന് SP ത്യാഗി കോടതിയിൽ. പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായി എന്നും ത്യാഗിയുടെ അഭിഭാഷകനും കോടതിയിൽ അറിയിച്ചു. അതേസമയം നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിലെ പ്രശ്നങ്ങൾ മറയ്ക്കാൻ കേന്ദ്ര സർക്കാർ CBIയെ ഉപയോഗിക്കുകയാണ് എന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. മുൻ വ്യോമസേനാ മേധാവിയെ ഡിസംബർ 14 വരെ CBIയുടെ കസ്റ്റഡിയിൽ വിട്ടു. മനുശങ്കരൻ ദില്ലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ചേരും. മനു, 2010 ഈ 36,000 കോടി രൂപയുടെ വലിയ ഇടപാട് നടന്നത്. താൻ ഒറ്റയ്ക്കല്ല, കൂട്ടായി എടുത്ത തീരുമാനം എന്നാണ് ത്യാഗി നേരത്തെ CBIക്ക് വിശദീകരണം നൽകിയത്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ടാണ് ഈ തീരുമാനം എന്ന തരത്തിലാണോ കോടതിയിൽ നിലപാട് സ്വീകരിച്ചത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മുൻ വ്യോമസേനാ മേധാവി ഇപ്പോൾ ദില്ലി പട്ടേൽ ഹൗസ് കോടതിയിൽ അറിയിച്ചത് ഈ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്ന് നിരന്തരം സമ്മർദ്ദം ഉണ്ടായിരുന്നു. അത്തരമൊരു സമ്മർദ്ദത്തിന്റെ ഫലമായാണ് അഗസ്റ്റ കമ്പനിയെ ഈ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള കരാർ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയത് എന്നാണ് മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗി കോടതി മുമ്പാകെ അറിയിച്ചത്. ഈ ഹെലികോപ്റ്ററിന് പറക്കാവുന്ന ഉയരം 6000 മീറ്ററിൽ നിന്ന് 4500 മീറ്ററാക്കി കുറച്ചത് SP ത്യാഗി വ്യോമസേന മേധാവിയായിരുന്ന സമയത്തായിരുന്നു. അന്ന് വ്യോമസേനയിൽ തന്നെ ഉയർന്നു വന്നിരുന്ന തീരുമാനം ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ്. ഇത് നിരന്തരം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ആവർത്തിച്ച് അറിയിച്ചിരുന്നതാണ്. എന്നാൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്ന് നിരന്തരം തനിക്കുമേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് SP ത്യാഗി തന്നോടും വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് SP ത്യാഗിയുടെ അഭിഭാഷകനും കോടതി മുമ്പാകെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ കൂടി തങ്ങളുടെ പക്കലുണ്ട്. മറ്റു ബന്ധുക്കൾക്കും ഈ SP ത്യാഗിയുടെ കുടുംബാംഗങ്ങൾക്കും ഈ ഒരു ഇടപാടിൽ ബന്ധമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് CBI കോടതി മുമ്പാകെ ആവശ്യപ്പെട്ടത്. അതിനു പകരം 4 ദിവസത്തേക്ക് ഡിസംബർ 14 വരെ CBIക്ക് കസ്റ്റഡിയിൽ സ്വീകരിച്ച് ചോദ്യം ചെയ്യാമെന്നാണ് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഡിസംബർ 14 വരെ SP ത്യാഗിയെയും അതോടൊപ്പം അഭിഭാഷകൻ ഗൗതം ഖേത്താനെയും അടുത്ത ബന്ധുവായ സഞ്ജയ് ത്യാഗിയെയും CBIയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ വലിയ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ SP ത്യാഗി കോടതി മുമ്പാകെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം നോട്ട് പിൻവലിക്കൽ വിഷയത്തിലെ പരാതികൾ മറ്റും മറയ്ക്കുന്നതിനായി CBIയുടെ കൂട്ടുപിടിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന കളിയാണിതെന്നാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അരുൺ. മനുശങ്കർ ദില്ലിയിൽ നിന്ന്. DCC പുനഃസംഘടനയിൽ ഉമ്മൻചാണ്ടിക്ക് അതൃപ്തി. തന്റെ അഭിപ്രായം പാർട്ടി നേതൃത്വത്തെ അറിയിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പാണ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. അർഹതയുള്ളവർ ധാരാളം പേരുണ്ടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. എനിക്കതിനെക്കുറിച്ചുള്ള അഭിപ്രായം പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. ഞാൻ പറഞ്ഞില്ലേ, അത് മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളതല്ല. അതെൻ്റെ അഭിപ്രായം ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ, എല്ലാവരും വേണ്ടപ്പെട്ടവർ തന്നെയാണ്. പിന്നെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരുടെ പാർട്ടിയാണ്. ധാരാളം പേര് അർഹതയുള്ളവരുണ്ട്. ജിതിൻ ചന്ദ്രൻ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നു. ജിതിൻ, ഈ പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണമാണ്. വലിയ തരത്തിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായും അരുൺ, പുതിയ DCC പ്രസിഡന്റുമാരെ തീരുമാനിച്ചതിൽ A ഗ്രൂപ്പിനും തനിക്കുമുള്ള അതൃപ്തി പറയാതെ അല്ലെങ്കിൽ ഒരു തരത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഉമ്മൻചാണ്ടി. പുതിയ പുനഃസംഘടനയെക്കുറിച്ച് അതൃപ്തി ഉണ്ടോ എന്ന ചോദ്യത്തിന് തന്റെ അഭിപ്രായം നേതൃത്വത്തെ അറിയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്റെ അഭിപ്രായം മാധ്യമങ്ങളോട് പറയാനുള്ളതല്ല, അത് നേതൃത്വത്തെ അറിയിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അർഹതയുള്ളവരെ തഴഞ്ഞോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം അർഹതയുള്ള ധാരാളം പേരുണ്ട്, കോൺഗ്രസ് നേതാക്കളുടെ പാർട്ടിയാണ് എന്ന മറുപടി നൽകിയത്. ഒപ്പം തന്നെ സംഘടനാ തിരഞ്ഞെടുപ്പാണ് പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. സംഘടനാ തിരഞ്ഞെടുപ്പാണ് പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്, ഇനിയെങ്കിലും അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും DCC പുനഃസംഘടന പ്രസിഡന്റുമാരെ തീരുമാനിച്ചതിൽ A ഗ്രൂപ്പിനെ തഴഞ്ഞു എന്ന ആക്ഷേപം വലിയ തോതിൽ നിലനിൽക്കുകയാണ്. A ഗ്രൂപ്പിന് പ്രാതിനിധ്യം വളരെ കുറഞ്ഞു പോയതിൽ തനിക്കുള്ള കടുത്ത അതൃപ്തിയാണ് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. 4 DCC പ്രസിഡന്റ് സ്ഥാനങ്ങൾ മാത്രമാണ് നിലവിൽ A ഗ്രൂപ്പിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ വലിയ അതൃപ്തി A ഗ്രൂപ്പിനുള്ളിലുണ്ട്. അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ആദ്യ പ്രതിഫലനമായി വേണം ഉമ്മൻചാണ്ടിയുടെ പ്രതികരണത്തെ നമുക്ക് കാണാൻ. എന്തായാലും തനിക്ക് കാര്യത്തിൽ വലിയ അതൃപ്തിയുണ്ട്, അത് നേതൃത്വത്തെ അറിയിക്കുമെന്ന് തന്നെയാണ് ഉമ്മൻചാണ്ടി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അരുൺ. ജിതിൻ ചന്ദ്രൻ വിവരങ്ങൾ നൽകിയത്. ശശികല AIADMK തലപ്പത്തേക്ക്. ശശികല AIADMK ജനറൽ സെക്രട്ടറി ആകണമെന്ന മുതിർന്ന നേതാക്കൾ പോയ്സ് ഗാർഡനിലെത്തി ശശികലയോട് നേരിട്ട് ആവശ്യപ്പെട്ടു.
3 ദിവസങ്ങളായി നിലനിന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് ശശികല പാർട്ടി ജനറൽ സെക്രട്ടറിയാകണമെന്ന് നേതാക്കൾ പോയസ് ഗാർഡനിലെത്തി ആവശ്യപ്പെട്ടത്. മന്ത്രിസഭാംഗങ്ങളല്ലാത്ത പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ മധുസൂദനൻ, ചെങ്കോട്ടൻ എന്നിവരെ അടക്കമുള്ളവരാണ് ശശികലയുടെ കാര്യം ആവശ്യപ്പെട്ടതെന്ന് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് ട്വിറ്ററിലൂടെ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പനീർസെൽവത്തിന്റെ നേതൃത്വത്തിൽ 5 മന്ത്രിമാർ പോയസ് ഗാർഡനിലെത്തി ശശികലയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജയലളിതയുടെ ഏറ്റവും വിശ്വസ്തരും മന്ത്രിസഭാ അംഗങ്ങളുമായ എടപ്പാടി കെ പളനിസ്വാമി, ഡിണ്ടിഗൽ സി ശ്രീനിവാസൻ, പി തങ്കമണി, എസ് വി വേലുമണി എന്നിവരുമായി ശശികല കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യത്തിൽ ധാരണ വരുത്തിയിരുന്നു. ഇതിന് തുടർച്ചയായാണ് MGRന്റെ കാലം മുതലുള്ള മുതിർന്ന നേതാക്കൾ ശശികലയെ കണ്ട് പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യം ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി പനീർസെൽവവും ശശികലയും തേവർ സമുദായങ്ങളാണെന്നതിൽ ഇതിനകം തന്നെ ഒരു വിഭാഗം നേതാക്കൾ പ്രതിഷേധ സ്വരം ഉയർത്തിയിട്ടുണ്ട്. ഗൗണ്ടർ സമുദായാംഗമായ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിദുരയെ മുഖ്യമന്ത്രിയോ പാർട്ടി ജനറൽ സെക്രട്ടറിയോ ആക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ് പ്രതിഷേധവും ഉന്നയിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന പാർട്ടി ജനറൽ കൗൺസിലാകും ശശികലയുടെ സ്ഥാനാരോഹണം സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുക. ശശികലയുടെ ആജ്ഞാനുവർത്തി തന്നെയായ പനീർസെൽവം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയും സർക്കാരും ശശികലയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്. ജയലളിതയുടെ മരണത്തിലെ ദുരൂഹത ആവർത്തിച്ച നടി ഗൗതമി. ശാരീരികമായി ഏറെ തളർന്ന അവസ്ഥയിലായിരുന്ന ജയയുടെ ചികിത്സയിലടക്കം തീരുമാനങ്ങൾ എടുത്തത് ആരാണ് എന്ന് വ്യക്തമാവേണ്ടതുണ്ടെന്ന് ഗൗതമി പറഞ്ഞു. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് തൊട്ടുപിന്നാലെ ഇടനാഴിയിലെ CCTVകൾ പ്രവർത്തനരഹിതമായി. ജയലളിതയെ കാണാൻ സഹോദരപുത്രി ദീപ ജയകുമാറിന് അനുമതി നിഷേധിച്ചതിലും ദുരൂഹതയുണ്ട്. VVIP കാറ്റഗറിയിലുള്ള ജയലളിതയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ സംസ്കരിച്ചതിലും സംശയം ഉണരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മരണത്തിൽ കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദിനം തൊട്ട് മരണം വരെ നീണ്ടു നിൽക്കുന്ന നാളിൽ ശശികലയും അനുചരരും സ്വീകരിച്ച നടപടികൾ. ജയലളിതയെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ദിവസങ്ങൾക്കകം ഇടനാഴിയിലെ മുഴുവൻ CCTV ക്യാമറകളും പ്രവർത്തനരഹിതമാക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആശുപത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരം ഇടപെടലുകൾ ഉണ്ടായതെന്നാണ് വിവരം. ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജയലളിതയെ ചികിത്സിച്ച ഡോക്ടർമാർ, പരിചാരകരായ നഴ്സുമാർ ഇവരാരെന്നും എന്തെന്നും ആശുപത്രി അധികാരികൾ ഇനിയും വ്യക്തമാക്കുന്നില്ല. ജയലളിതയുടെ മുറിയിൽ പ്രവേശനമുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് ഷീല ബാലകൃഷ്ണനും ഉറ്റതോഴി ശശികലയ്ക്കും മാത്രമാണ്. എല്ലാ നിയന്ത്രണങ്ങളും ഇവർക്കാണെന്നിരിക്കെ ഇവർ ഇരുവരും ഇതിനൊന്നും തൃപ്തികരമായ വിശദീകരണം നൽകുന്നുമില്ല. സഹോദരപുത്രി കൂടിയായ ദീപ ജയകുമാർ പലയാവർത്തി ജയലളിതയെ കാണാൻ ശ്രമിച്ചുവെങ്കിലും ശശികലയുടെ നിർദ്ദേശത്തെ തുടർന്ന് അനുമതി നിഷേധിക്കപ്പെട്ടു. ഡിസംബർ 5 മുമ്പ് ജയലളിത മരണപ്പെട്ടു എന്ന തരത്തിൽ ചില സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തുവരുന്നത് കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. മൃതദേഹം എംബാം ചെയ്തു എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിച്ചിട്ടും ADMK വൃത്തങ്ങളുടെ മൗനം കൂടുതൽ സംശയം വർദ്ധിപ്പിക്കുന്നു. എംബാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൂടാ എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. VVIP കൂടിയായ ജയലളിതയെ പോസ്റ്റ്മോർട്ടം കൂടാതെ അടക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ മൗനാനുമതിയും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ജയലളിത ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ശക്തിയുക്തം എതിർത്ത ശശികലയുടെ ഭർത്താവ് നടരാജൻ അടക്കമുള്ളവർ പോയസ് ഗാർഡനുമായി വീണ്ടും അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ADMK അണികളിൽ മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് മറപിടിക്കാനാണ് കഴിഞ്ഞ ദിവസം നടന്ന കുടുംബയോഗത്തിൽ താൽക്കാലികമായെങ്കിലും തൻ്റെ ബന്ധുക്കൾ ഭരണത്തിൽ ഇടപെടരുതെന്ന് ശശികല നിർദ്ദേശം നൽകിയത്. പാർട്ടിക്കുള്ളിൽ നിശബ്ദമായി ഉയരുന്ന എതിർ ശബ്ദങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ് ശശികല ഇത്തരത്തിൽ പെരുമാറിയതെന്നും അധികം വൈകാതെ തന്നെ പഴയ മന്നാർഗുഡി മാഫിയ അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി ഭരണത്തിൽ പിടിമുറുക്കുമെന്നുമാണ് ചെന്നൈയിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ബാങ്കുകളിലും ATMകളിലും ക്യൂ നിന്ന് ജനങ്ങൾ സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്റർനെറ്റ് ഉപയോഗിച്ച് പണം വിനിമയം നടത്തണമെന്നും പ്രധാനമന്ത്രി രാജ്യത്തോട് നിർദ്ദേശിച്ചു. ഗുജറാത്തിലെ ഒരു പൊതു ചടങ്ങിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നോട്ട് നിരോധനം എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നോട്ട് വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യം ശക്തമാക്കിയതിനിടയിലാണ് വീണ്ടും പൊതുചടങ്ങിൽ നോട്ട് വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ലോക്സഭയിൽ സംസാരിക്കാൻ പ്രതിപക്ഷം അനുവദിക്കാത്തതുകൊണ്ടാണ് ജനസഭയിൽ സംസാരിക്കുന്നതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ജനങ്ങൾ ബാങ്കുകൾക്കും ATMകൾക്കും മുന്നിൽ ക്യൂ നിൽക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഉപദേശിച്ച പ്രധാനമന്ത്രി ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് ചുവടുമാറണമെന്നും ആവശ്യപ്പെട്ടു. സർക്കാർ നോട്ട് പിൻവലിക്കൽ തീരുമാനം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നടപ്പാക്കിയതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. बड़े लोग नहीं, छोटे लोगों की ताकत बढ़ाने के लिए ये बहुत बड़ा फैसला मैंने किया। मैं हैरान हूं, सरकार कहती हम चर्चा चाहते हैं,
सरकार कहती है प्रधानमंत्री बोलने के लिए तैयार है, सरकार कहती है प्रधानमंत्री आकर के कहने को तैयार है, लेकिन उनको मालूम है उनका झूठ टिक नहीं पाता है और इसलिए वो चर्चा से भागते हैं. സഭാ നടപടി സുഗമമാക്കണമെന്ന രാഷ്ട്രപതിയുടെ പ്രസ്താവന പ്രതിപക്ഷം ചെവികൊള്ളുന്നില്ലെന്നും 50 ദിവസത്തെ സമയം തരൂവെന്നും ഇതിനുശേഷം രാജ്യം എങ്ങനെ മാറുമെന്ന് കണ്ടറിയുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തീവ്രവാദത്തിനും നക്സലിസത്തിനും വലിയ തിരിച്ചടിയാണ് സർക്കാർ തീരുമാനമെന്നും 100, 50 രൂപ, 20 രൂപ നോട്ടുകൾ ഇപ്പോൾ ശക്തി പ്രാപിച്ചെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. എന്തായാലും പ്രധാനമന്ത്രിയുടെ പൊതുചടങ്ങിലെ പുതിയ പ്രസ്താവനയും വരുന്ന സഭാദിനങ്ങളിലും പ്രതിപക്ഷം ശക്തമായി ഉയർത്താൻ തന്നെയാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനത്തിനെതിരെ RSSന്റെ തൊഴിലാളി സംഘടനയായ BMS രംഗത്ത്. 20 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതായി BMS കുറ്റപ്പെടുത്തി. മുന്നൊരുക്കമില്ലാത്ത പദ്ധതി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തകർത്തതായും BMS ദേശീയ അധ്യക്ഷൻ ബൈജ്നാഥ് റായ് ചൂണ്ടിക്കാട്ടി. ഇതാദ്യമായാണ് ഒരു സംഘ് പരിവാർ സംഘടന നോട്ട് നിരോധനത്തിനെതിരെ രംഗത്ത് വരുന്നത്. ടെലഗ്രാഫ് ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് നോട്ട് നിരോധനത്തിലെ വിയോജിപ്പ് ഭാരതീയ മസ്ദൂർ സംഘ് വ്യക്തമാക്കിയത്. ക്യാഷ്ലെസ് എക്കണോമി എന്ന പ്രധാനമന്ത്രിയുടെ വാദം ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പൂർത്തീകരിക്കാനാകാത്ത ലക്ഷ്യമാണെന്ന് വ്യക്തമാക്കിയ BMS തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ കണക്കുകളും നിരത്തുന്നു. 1.5 ലക്ഷം തൊഴിലവസരം സൃഷ്ടിച്ച കേന്ദ്ര സർക്കാർ നോട്ട് നിരോധനത്തിലൂടെ 20 ലക്ഷം പേരുടെ തൊഴിൽ നഷ്ടമാക്കി. അടിസ്ഥാന തൊഴിലാളികൾ ഉപജീവന മാർഗമില്ലാതെ അലയുന്നു. പ്രധാനമന്ത്രി നോട്ട് നിരോധനം പ്രഖ്യാപിച്ച് 1 മാസം പിന്നിടുമ്പോഴാണ് ഈ സാഹചര്യം. വരും ദിവസങ്ങളിൽ ഭീതിജനകമാംവിധം തൊഴിൽ നഷ്ടമുയരുമെന്നും BMS അധ്യക്ഷൻ ബൈജ്നാഥ് റായ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇടിഞ്ഞിരിക്കുന്നു. ഇതും തൊഴിലാളികളെ പ്രത്യക്ഷത്തിൽ തൊഴിൽ രഹിതരാക്കും. വേണ്ടത്ര മുന്നൊരുക്കം പദ്ധതിക്കായി ഉണ്ടായില്ല. 500, 1000 നോട്ടുകളുടെ നിരോധനം എങ്ങനെ രാജ്യത്തെ ബാധിക്കുമെന്നതും കേന്ദ്ര സർക്കാർ പഠിച്ചില്ല. ഇതാദ്യമായാണ് ഒരു സംഘപരിവാർ സംഘടന നോട്ട് നിരോധനത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അവശ്യ സേവനങ്ങൾക്ക് പഴയ 500 രൂപ നോട്ടുകൾ ഇന്ന് അർദ്ധരാത്രി കൂടിയേ ഉപയോഗിക്കാനാകൂ. ഇന്നു മുതൽ 3 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. എന്നാൽ ATMകൾ നിറച്ചിട്ടുണ്ട് എന്ന് ബാങ്കുകൾ അറിയിച്ചു. പേപ്പർ നോട്ടിന് പകരം പ്ലാസ്റ്റിക് നോട്ട് പുറത്തിറക്കാനുള്ള നിർദ്ദേശം RBI അംഗീകരിച്ചതായി കേന്ദ്ര ധനസഹമന്ത്രി പറഞ്ഞു. കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ ബാങ്കുകളോടുള്ള സമീപനത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ഇല്ലെങ്കിൽ വരുന്ന GST കൗൺസിലിൽ ഇതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ധനമന്ത്രി പറഞ്ഞു. ഒരു അഭ്യർത്ഥനയും മാനിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു ഔപചാരികമായ വിശദീകരണം പോലും തരാതെ തള്ളിക്കളയുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ GST സംബന്ധിച്ചുള്ള ചർച്ചകളിലൊക്കെ കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിക്കുന്നത് ബുദ്ധിമുട്ടായി മാറും. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി മലയാളികളുടെ പ്രിയ നടൻ ജഗതി ശ്രീകുമാർ എത്തി. ഡിസൈനേഴ്സ് ആറ്റിക് എന്ന വീഡിയോ ഇൻസ്റ്റാളേഷന്റെ ഉദ്ഘാടനത്തിനായാണ് ജഗതി ശ്രീകുമാർ എത്തിയത്. നടി ഷീലയോടും മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകരോടും നല്ല ശ്രോതാവായി ജഗതി സൗഹൃദം പങ്കുവച്ചു. കുടുംബസമേതമാണ് അദ്ദേഹം മേളയിലെത്തിയത്. മലയാളികളുടെ പ്രിയനടനായ ജഗതി ശ്രീകുമാർ 21ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മൗന നിറസാന്നിധ്യമായി. ഡിസൈനേഴ്സ് ആറ്റിക് എന്ന വീഡിയോ ഇൻസ്റ്റലേഷന്റെ ഉദ്ഘാടനത്തിലൂടെയാണ് ജഗതി മേളയുടെ ഭാഗമായത്. വീട്ടിൽ നിന്നും കാറിൽ മേളയുടെ പ്രധാന വേദിയിൽ കുടുംബസമേതമെത്തിയ ജഗതി വീൽചെയറിലാണ് വേദിയിലിരുന്നത്. ജഗതി ശ്രീകുമാറിന്റെ സാന്നിധ്യം മേളയ്ക്ക് അനിവാര്യമാണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ പറഞ്ഞു. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടൻ തന്നെയാണ്. അമ്പിളിച്ചേട്ടൻ ഇവിടെ വന്നു എന്നുള്ളത് തന്നെയാണ് ഈ ദിവസത്തിന്റെ, ഈ മേളയുടെ തന്നെ ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കണക്കാക്കുന്നത്. വേദിയിൽ ജഗതിയുടെ അടുത്തിരുന്ന് സംസാരിച്ച നടി ഷീലയോട് നല്ല ശ്രോതാവായി അദ്ദേഹം സൗഹൃദം പങ്കുവച്ചു. തുടർന്ന് ഇരുവരും ചേർന്ന് വീഡിയോ ഇൻസ്റ്റലേഷൻ ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പമിരുന്നാണ് ജഗതി ദൃശ്യാവിഷ്കാരം കണ്ടത്. പഴയകാല നോട്ടീസുകൾ, ആദ്യകാല സിനിമാ പോസ്റ്ററുകൾ, പാട്ടുപുസ്തകങ്ങൾ എന്നിവയും പുതിയകാല പരസ്യ സങ്കേതങ്ങളും സമന്വയിപ്പിച്ചതാണ് ദൃശ്യാവിഷ്കാരം. ഇതിനായി മേളയിൽ ജഗതിയുടെ സാന്നിധ്യം കണ്ടതിന്റെ ആവേശത്തിലായിരുന്നു ആരാധകരും. എസ് ഷീജ, തിരുവനന്തപുരം. സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ വൻ തിരിമറി. എൻട്രൻസ് ജയിക്കാത്ത നിരവധി വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതായി കണ്ടെത്തി. 2014 മുതൽ നിരവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അഡ്മിഷൻ നേടിയതായി
സംശയം. AICTE അംഗീകാരം വാങ്ങാതെയാണ് കോളേജുകൾ ക്രമക്കേട് നടത്തുന്നത്. അനധികൃത വിദ്യാർത്ഥി പ്രവേശനത്തിന് സർവകലാശാല അധികാരികൾ ഒത്താശ ചെയ്യുന്നതായി സംശയമുണ്ട്. എൻട്രൻസ് ജയിക്കാത്തവരുടെ എഞ്ചിനീയറിംഗ് പ്രവേശനം റദ്ദാക്കണമെന്ന ജെയിംസ് കമ്മിറ്റി സാങ്കേതിക സർവകലാശാലയുടെ കീഴിലെ 13 എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ജെയിംസ് കമ്മിറ്റി നോട്ടീസ് അയച്ചു. എസ് ജീവൻകുമാർ ന്യൂസ് റൂമിൽ നിന്ന്. ജീവൻ, വലിയ തരത്തിലുള്ള ക്രമക്കേടാണോ ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്? ഈ NRK അഡ്മിഷൻ എന്ന ഒരു വ്യവസ്ഥ ഇത് മറ്റെങ്ങും കേട്ടിട്ടില്ലാത്ത ഒന്നാണല്ലോ. കൗതുകകരവും എന്നാൽ അതീവ ഗൗരവതരവുമായ ഒരു ടേമായി തന്നെ അതിനെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അരുൺ, തികച്ചും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. നോൺ റെസിഡൻസ് കേരള അഥവാ NRK എന്ന ഓമന പേരിലാണ് സ്വാശ്രയ കോളേജുകളിൽ, സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്വാശ്രയ കോളേജുകൾ കഴിഞ്ഞ 2 വർഷമായി സർക്കാരിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതായി ഇപ്പോൾ സർക്കാരിന് ബോധ്യപ്പെട്ടത്. നോൺ റെസിഡൻസ് കേരള എന്നൊരു നിർവചനം എവിടെയുമില്ല. NRI എന്നൊരു നിർവചനം നേരത്തെ തന്നെ AICTEയുടെ നോംസിലുണ്ട്. ആ നോംസ് പ്രകാരം മുൻകൂട്ടി അനുമതി വാങ്ങുന്ന കോളേജുകൾക്ക് മാത്രമേ NRI അഡ്മിഷൻ നടത്താനുള്ള പ്രോസസ് AICTE പ്രകാരമുള്ളൂ. അത് സർവകലാശാലയ്ക്ക് കൂടി അറിയാവുന്ന ഒരു വസ്തുതയാണ്. നിലവിൽ കേരളത്തിന് പുറത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കേരളത്തിൽ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത ഒരു വ്യവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞ 2 വർഷമായി കേരളത്തിലെ സാങ്കേതിക സർവകലാശാലയിലൂടെ വലിയ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടാണ് ജെയിംസ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. 13ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ജെയിംസ് കമ്മിറ്റി ഇതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് നൽകാൻ സാങ്കേതിക സർവകലാശാലയോട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 500ഓളം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പഠിക്കുന്നതായി ജെയിംസ് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വരാൻ പോകുന്ന ദിവസം, അടുത്ത ദിവസം നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരോട് ഹാൾ ടിക്കറ്റ് മടക്കി വാങ്ങാൻ ഇപ്പോൾ സർവകലാശാലയ്ക്ക് ജെയിംസ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ പുറത്തായിരിക്കുന്ന വാർത്ത വളരെ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ വൃത്തങ്ങളും ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി സ്വാശ്രയ കോളേജുകൾ സർക്കാരിനെ വഞ്ചിച്ചുകൊണ്ട് ഉയർന്ന ഫീസ് സ്വന്തം നിലയിൽ വാങ്ങി എൻട്രൻസ് എഴുതാത്ത, അതായത് 10 മാർക്ക് മാത്രം മതി എൻട്രൻസ് ലിസ്റ്റിൽ വരാനെന്നിരിക്കെ എൻട്രൻസ് പോലും എഴുതാത്ത വിദ്യാർത്ഥികൾ പിൻവാതിലൂടെ കേരളത്തിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നു എന്നത് തികച്ചും ഗൗരവതരമായി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാട് ഇപ്പോൾ ജെയിംസ് കമ്മിറ്റി എടുത്തിരിക്കുന്നു. 13ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് നോട്ടീസ് നൽകാൻ സാങ്കേതിക സർവകലാശാലയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സാങ്കേതിക സർവകലാശാലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഉയർന്ന മേധാവിമാരുടെ അറിവും സമ്മതത്തോടും കൂടിയുമാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്നാണ് ഇപ്പോൾ ജെയിംസ് കമ്മിറ്റി കരുതുന്നത്. കാരണം ഈ കാര്യത്തിൽ സാങ്കേതിക സർവകലാശാല തന്നെ കഴിഞ്ഞ 2 വർഷമായി ഇത്തരത്തിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ റെഗുലറൈസ് ചെയ്യുന്നുണ്ട്. മറ്റേതൊരു സർവകലാശാലയിലും ഇത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെന്നിരിക്കെ ഇവിടെ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് സാങ്കേതിക സർവകലാശാലയിലെ പ്രവേശന മേൽനോട്ട നടപടികൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോളേജുകൾ കൊടുക്കുന്ന ലിസ്റ്റ് അതേപോലെ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രവേശന മേൽനോട്ടത്തിനായി കേരളത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സമിതി ജെയിംസ് കമ്മിറ്റി ആണെന്നിരിക്കെ ജെയിംസ് കമ്മിറ്റി അറിയാതെ ഇത്തരത്തിൽ ഒരു പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നു എന്നത് തികച്ചും ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഇപ്പോൾ സമാന്തരമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അരുൺ, സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ വലിയ തരത്തിലുള്ള ക്രമക്കേട് നടക്കുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി എസ് ജീവൻകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. മധ്യപ്രദേശിൽ പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തടഞ്ഞു. മധ്യപ്രദേശിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ തടഞ്ഞു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി ഘട്ടത്തിൽ ലഭിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഏത് പൊതുപരിപാടിയാണ്, എന്താണ് സംഭവിക്കുന്നത് എന്നതൊക്കെ വരുന്ന മിനിറ്റുകളിൽ. ഇപ്പോൾ സിജു സുഗതൻ ചേരുന്നു. സിജു, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്?
മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പൊതുപരിപാടിക്ക് എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് മധ്യപ്രദേശ് പോലീസ് തടഞ്ഞത്. RSSകാർ പ്രതിഷേധിക്കാൻ വരുന്നത് കൊണ്ട് ചടങ്ങ് അലങ്കോലമാകുമെന്നും അത്തരത്തിലൊരു ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞാണ് മധ്യപ്രദേശ് പോലീസ് തടഞ്ഞതെന്നാണ് അറിയാൻ കഴിയുന്നത്. SP-യുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പരിപാടി തടഞ്ഞതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഭോപ്പാലിലെ BSS എന്ന് പറയുന്ന BSS ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കേണ്ടിയിരുന്നത്. അവിടേക്ക് ഹോട്ടലിൽ നിന്ന് ഈ BSS ഗ്രൗണ്ടിലേക്ക് എത്തിയതായിരുന്നു പിണറായി. ഇതിനിടയിൽ വഴിയിൽ വെച്ചാണ് മുഖ്യമന്ത്രിയെ തടഞ്ഞതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന കാര്യം RSSകാർ ഈ പരിപാടി സ്ഥലത്തെത്തി പ്രതിഷേധം സംഘടിപ്പിക്കും, അതുകൊണ്ട് തന്നെ ഭീഷണിയുണ്ട്, പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന അങ്ങനെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പിണറായി തിരികെ പോരുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മലയാളി സംഘടനകളാണ് പരിപാടി സംഘടിപ്പിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി അവിടെ എത്തിച്ചേർന്നത്. അരുൺ, സിജു സുഗതനാണ് വിവരങ്ങൾ നൽകിയത്. മധ്യപ്രദേശിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ തടഞ്ഞു. പീപ്പിൾ എക്സ്ക്ലൂസീവ് UDF ഭരണകാലത്ത് ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ട് പുതിയ പാത്രങ്ങൾ വാങ്ങിയതിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന റിപ്പോർട്ട് ദേവസ്വം ബോർഡ് അധികൃതർ പൂഴ്ത്തി. അന്നത്തെ ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവരിൽ നിന്ന് പ്രസ്തുത തുക തിരിച്ചുപിടിക്കണമെന്നും നിയമ നടപടി കൈക്കൊള്ളണമെന്നും ഉള്ള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടാണ് 2 വർഷമായി പൂഴ്ത്തിയത്. ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെയും സമ്മർദ്ദത്തെയും തുടർന്നാണ് അന്വേഷണം മരവിപ്പിച്ചത്.